ഹായ് മലയാളീസ്, ഇറ്റ്സ് മീ ആനന്ദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ദുബായിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോ ന്യൂ ഇയർ വീഡിയോ ആയിരുന്നു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്, അതായത് നമ്മളെ വീക്കെൻഡിൽ ആഴ്ചയിലെ അവസാന ദിവസം ഒരു വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് നമ്മളുള്ളത്. നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അൽ ഖുദ്ര ലവ് ലേക്ക് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഒരു വീക്കെൻഡ് ഫുൾ നൈറ്റ് ആഘോഷിക്കാൻ പറ്റിയ ഒരു മനോഹരമായ സ്പോട്ട് തന്നെയാണ് നമ്മുടെ അൽ ഖുദ്രയിലെ ലവ് ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ യാത്രയിൽ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു യാത്രയും ചെയ്തിട്ടില്ല. ഇന്നും എൻ്റെ കൂടെ എൻ്റെ കുറേ ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയിൽ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെട്ട് കളയല്ലേ. യെസ്, ഇതാണ് നമ്മുടെ ടീം. നമ്മളെ കൂടെ ഇന്ന് ഈ അൽ ഖുദ്ര ലവ് ലേക്ക് യാത്രയിലുള്ള ആളാണ്, നമ്മളെ സുഹൃത്തുക്കളാണ്. പരിചയപ്പെടാൻ പറഞ്ഞോളൂ. രജീഷ് ചേട്ടൻ കാസർഗോഡ് കണ്ണൂർ ബോർഡറിലാണ് രജിസ്ട്രേഷൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട്, മിസ്റ്റർ പ്രബിൻ. കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് അഞ്ചാംപീടിയ സ്വദേശിയാണ് പ്രബിൻ എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല, ആളുകളെണ്ണം തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് ആളുകളുണ്ട്. എവിടെ പോയി? എല്ലാവരും പോയോ? എല്ലാവരും വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ഫോർച്യൂണറാണ്. ഇതാണ് നമ്മളെ വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. നമ്മളെ വണ്ടി നയിക്കുന്നത് നമ്മുടെ രജിസ്ട്രേഷനാണ്. നമ്മൾ അൽ ഖുദ്രയിലെ ലവ് ലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ അൽ ഖുദ്രയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ നേരത്തെ പരിചയപ്പെടാത്ത രണ്ടുപേര് ഇവിടെ ഉണ്ട്. ഇത് വിവിന്റെ നാട് കണ്ണൂരാണ്, കണ്ണൂരുകാരനാണ്. സോറി, കാസർഗോഡ് തന്നെയാണ്. അപ്പോൾ രജിസ്ട്രേഷന്റെ നാട്ടുകാരൻ തന്നെ അല്ലേ? കയ്യൂർ എന്ന സ്ഥലത്താണ് വിപിൻ. അനദർ വൺ മിസ്റ്റർ മിഥുൻ ഫ്രം തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ. അപ്പോ ഒരു കുറച്ച് ടീം കൂടി ഉണ്ട്, ഒരു വണ്ടി കൂടി ഉണ്ട് നമുക്ക് വരാൻ വേണ്ടി. നമ്മുടെ പുറകിൽ വേറെ വണ്ടി ഉണ്ട്. അപ്പൊ അവിടെ അതിലുള്ള ആൾക്കാരെ നമുക്ക് അവിടെ എത്തിയിട്ട് പരിചയപ്പെടാം. അപ്പൊ എന്തായാലും നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? ലെറ്റ്സ് എൻജോയ് ദ ട്രിപ്പ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുറത്തേക്ക് വെക്കുന്നല്ലേ? ഇപ്പൊ മലയാളീസ് നമ്മൾ ഏകദേശം നമ്മളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലാസ്റ്റ് എക്സിറ്റ് എത്തില്ലേ? അപ്പൊ നമ്മള് കുറച്ച് ഇന്ധനം വണ്ടിയിലേക്ക് അടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളിതൊരു പമ്പിലേക്ക് കയറ്റുകയാണ്. ഏതാ നമ്മളെ സൈഡ്? ഇപ്പൊ കൂടാരത്തിന്റെ പരിപാടി ഇവിടെയുള്ള പ്രത്യേകത ആൾക്കാർക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഇവിടുന്ന് ഒരിറ്റ വരുമാനം ഇവർ പ്രതീക്ഷിക്കുന്നില്ല. അവര് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ജോലി ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ടൂറിസ്റ്റ് വിസ എടുത്ത് വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ എൻജോയ് ചെയ്യാൻ കൊടുക്കണം എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന് അറിയാം. അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. അതിന് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് റിലാക്സ് ആകാൻ പറ്റിയൊരു ഏരിയ തന്നെയാണല്ലോ അല്ലേ? നിങ്ങള് മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ? ഞാനിവിടെ വന്നില്ലേ? ദേശീയേട്ടൻ എന്തെങ്കിലും മൂന്നാല് പ്രാവശ്യം വന്നാലല്ലേ? 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ 3 പ്രാവശ്യം നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ജസ്റ്റ് വന്ന് പോയിട്ടുണ്ട്. പകല് ജസ്റ്റ് ഒന്ന് കണ്ടുപോയതല്ലേ? ഇതെന്താ സംഭവം കാണുന്നത്? ഇത് ഇതേപോലെ വന്നിരുന്ന് വന്ന് കഴിച്ചു പോകാനുള്ള സെറ്റപ്പ് ആയിരിക്കില്ലേ? പ്രൈവറ്റ് പ്ലേസ് ആണോ അല്ലെങ്കിൽ അത് റെസ്റ്റോറന്റ് ഏരിയ പോലത്തെ? ഫുള്ള് വണ്ടിയാണ്. നിങ്ങൾ ഇരുടായതിനെ കൊണ്ട് അത്ര കാണണമെന്നില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറെ വണ്ടി ഓൾറെഡി ഇവിടെ എത്തി പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അറിയുന്നെങ്കിൽ അരുവിയിൽ നീരാടി കളിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ നമുക്ക് മോർണിംഗ് ക്യാപ്ചർ ചെയ്യാം. അതിപ്പോ രാത്രി ഇപ്പം കിട്ടൂല. അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ടെന്റ് അടിച്ചിട്ട് ഇവിടെ ഒരു ടീം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഇപ്പം നമ്മൾ വന്ന ഏകദേശം 1 കിലോമീറ്റർ നമ്മളിതിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1 കിലോമീറ്ററിലും എല്ലാ സൈഡിലും ഓരോരുത്തരും ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ ആൾക്കാർ വന്ന് പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ ഒരു ഫാമിലി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അവർ ചെറിയൊരു ബാർബിക്യൂ പരിപാടിയിലാണുള്ളത്. അതിനെ ഭാഗമായിട്ട് ചുറ്റിപ്പറ്റി വെക്കുന്ന കുറച്ച് അത് ഇതിവരുണ്ടാക്കിയെന്ന് വെച്ചാൽ അവിടത്തേക്ക് പോകുമ്പം ഒരു കാണാനൊരു ഭംഗി വേണ്ടേ? അപ്പൊ അതിനുവേണ്ടി കുറെ തടാകങ്ങൾ ക്യാമ്പർ
മലയാളീസ് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡിലുള്ള യാത്രയാണ്. അപ്പുറം ഇപ്പുറവും കുറെ ആളുകൾ കുറെ ഫാമിലീസ് ഒക്കെ വന്നിട്ട് ടെന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ഇതിന്റെ മുമ്പോട്ട് തന്നെ പോവുകയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് കുറച്ചുകൂടി മുമ്പിലാണ് അല്ലേ? ഏകദേശം ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഒക്കെ നമ്മൾ ഓഫ് റോഡ് ഓടിയില്ലേ? ഇതാണ് ഫസ്റ്റ് പാർക്കിംഗ്. നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ പാർക്കിംഗ് 3ലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പാർക്കിംഗ് 3ലാണ് പോകുന്നത്. ഫസ്റ്റ് പാർക്കിംഗിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പാർക്കിംഗ് 3 ലക്ഷം വെച്ചുള്ള യാത്രയിലാണ്. ഏകദേശം ഒരു കാടിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ, സൈഡിൽ മരങ്ങളൊക്കെ വെച്ച് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന സംഗതികളൊക്കെ ഉണ്ടാക്കിയെടുത്താണ് അല്ലേ? ആർട്ടിഫിഷ്യൽ ആണ്, അതായത് നാച്ചുറലാണ്. പക്ഷെങ്കിൽ നാച്ചുറലി ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംഗതികളാണ് ഈ കാര്യങ്ങളൊക്കെ. ഇത് രാവിലെ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. രാത്രി വെളിച്ചത്തിന്റെ അപാകത കൊണ്ട് തീർച്ചയായിട്ടും കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും രാവിലെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഏരിയ എങ്ങനെയാന്നുള്ളത് കവർ ചെയ്യല്ലേ. The Love Lake. ബാക്കി ദുബായ്, ലവ് ലേക്ക് ദുബായ്. അപ്പോൾ മലയാളീസ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് തിരക്കുണ്ട്, ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കണ്ടില്ല ഗൈസ്. അപ്പോൾ നമ്മളെ ടൂൾസ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. വെള്ളമുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങൾ, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ശബ്ദവും വെളിച്ചവും നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഇതാ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ ഇതാ, വെള്ളം, കുപ്പി, ടിഷ്യൂ, നമ്മളെ ബാർബിക്യൂ ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ സ്പോട്ടിലേക്ക് ടെന്റ് അടിക്കേണ്ട സ്പോട്ടിലേക്ക് പോവാണല്ലേ. അപ്പോൾ ഓരോരുത്തർ ഓരോ കവറൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഇനി നമ്മളൊരു സ്ഥലത്ത് ആൾട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? നല്ലൊരു സ്ഥലം നോക്കി നമുക്ക് എവിടെയെങ്കിലും ആൾട്ട് ചെയ്യാല്ലേ? എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലേറ്റ് ആയി പോയിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നുകൂടാ ഓരോ പണിയിലാണുള്ളത്. അപ്പൊ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. വിളിക്കൊന്നും വേണ്ട, കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ചേട്ടാ എന്തിനു പരിപാടി? നമ്മള് പരിപാടി കൊടുക്കും അല്ലേ? കർപ്പൂര ദീപം കൊടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ഓ അങ്ങനല്ലത് ഇത് ഞാൻ പറഞ്ഞു പണ്ടേ പറഞ്ഞെടുത്താ ഇവിടെ പിടിയുടെ കാര്യം നല്ല ലൂസാണല്ലോ. ഇടയ്ക്ക് വിടുന്നില്ല. പാരപ്പെട്ട പണിയിലാണ് എല്ലാവരും. അണ്ണന്റെ കയ്യിലുണ്ട്, റൂമിലുണ്ട് പറഞ്ഞു. റൂമിൽ നോക്കുമ്പോ കാലി. ഇതാ നമ്മള് പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. രജിശേഖരന്റെ നേതൃത്വത്തിൽ മനോഹരമായ ബാർബിക്യൂ ചിക്കനാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മള് ചിക്കൻ നമ്മൾ നേരത്തെ മസാല ഇട്ട് റെഡിയാക്കി വെച്ച ചിക്കനായത് നമ്മൾ അത് ബാർബിക്യൂ ചെയ്യേണ്ട പരിപാടിയാണ്. അവിടെ റെഡിയല്ലേ? കടൽ റെഡിയല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ട്രിപ്പാണ്. അതല്ല അത് അണ്ണനെ തണ്ടിലടിച്ചാലോ? തണ്ടിലടിച്ചാലാണ് സ്പെഷ്യൽ പോർക്ക് നമ്മൾ മസാല ഇട്ട് വെച്ചാണ്. അയ്വാ മേലെ കടത്തുട്ടാ. എന്തായി ഇതൊന്നും ജിമ്മെടുത്ത്
ഒന്നുകൂടെ വേണോ? ഇത് എന്റെ പുതിയ മറ്റേ വേറൊന്നുണ്ടല്ലോ അണ്ണന്റെ ടീമത് ഇത് സെറ്റ് ആർത്തോ മറ്റേ നമ്മളെ സാധനം രാവിലെ അതിന്റെ മേലെ ഇത് വെച്ച് വെച്ചോ. എടാ ഇത് വെച്ചോ അതിന്റെ മേലെ ആദ്യം ഇത് വെച്ചോ ഇത് വലുതിന്റെ വടിയെടുത്ത കടല് അതെ വടിയല് ഓന്റെ പണി തന്നെ വേണ്ടാത്ത പണി അത് കത്തിന്ന് കടച്ച് അല്ല അത് ചെറുതായി കുടിക്കാന്നില്ല രണ്ടുപേർ സംഘം പോയതാ അങ്ങനെ കാണാം നല്ല കുരിപ്പുകളെ കടല 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 നമ്മളിപ്പോ എത്തിയിട്ടില്ല ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ഇരുടായതിനെ കൊണ്ട് നമുക്ക് കൂടുതൽ വ്യൂസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാ സൂര്യൻ അവിടെ ഉദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലവ് ലേക്ക് എന്ന് പറയുന്നത് മനോഹരമായ ഒരു അടിപൊളി എന്താ പറയുക ഒരു റൊമാൻറ്റിക് പ്ലേസ് ആണെന്ന് പറയുന്നത്. മനോഹരമായ നാച്ചുറൽ പ്ലേസ് ആണ് ലവ് ലേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ദുബായിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ വേക്കിൽ നിങ്ങൾ കണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നാട് എന്ന് പറയുന്ന രീതിയിൽ അതിമനോഹരമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കായിരിക്കും. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ലവ് ലേക്ക് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ബേക്കിൽ കാണുന്നില്ലേ ഒരു കുട്ടനാടിൻ്റെ ഒരു പ്രഭാതം എങ്ങനെ പൊട്ടി വിടരും എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനങ്ങളും അതുപോലെ തന്നെ പക്ഷികളും ഒരുപാട് ആളുകളൊക്കെ വന്നിട്ട് പുറത്ത് കുറേ പുല്ലുകളൊക്കെ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയൊരു വിഷമം ഇപ്പം തോന്നുകയാണ്.
മലയാളീസ് നമ്മൾ അൽഖുദ്ര ലവ് ലേക്കിന്റെ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വേക്കാണ്. അതായത് നമ്മൾ അൽഖുദ്ര പോയിട്ട് ഇന്നലെ ആൾട്ട് ചെയ്ത് ഇന്ന് നമ്മള് ഏകദേശം ഒരു 12 മണി 1 മണി ആയിട്ടുണ്ട്. നമ്മൾ ഉച്ചവരാടെ ഹോൾട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നൊരു ഇതാണ്. അപ്പോൾ മനോഹരമായൊരു സത്യം പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തി തരുന്ന രീതിയിലുള്ള ഒരു സ്ഥലം തന്നെയാണ് അൽഖുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്ന ഓൺ റൂട്ടിലാണ് അപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ എന്തായാലും ആരെങ്കിലും UAE ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഒരു സ്ഥലത്ത് സ്പോട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ, ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു വീക്കെൻഡിൽ നിങ്ങളെ ഫാമിലിയും കൂട്ടിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വളരെ മനോഹരമല്ലേ, അവിടെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അത് ഒരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു കേരളത്തിൽ എത്തിക്കഴിഞ്ഞ ഒരു വൈബാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ കിട്ടുന്നത്. അപ്പോൾ ആരെങ്കിലും അവിടെ വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ ആ സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത വീക്കെൻഡിൽ, അടുത്ത ശനിയാഴ്ച അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങളെ ഫാമിലിയെയും കൂട്ടിയിട്ട് ഈ ഒരു സ്പോട്ടിൽ എത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശാന്തി സുന്ദരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ഈ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്നലെ വൈകുന്നേരം അവിടെ എത്തി. ഇന്ന് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഉച്ചയും മുക്കാൽ എന്ന് പറയുമ്പോൾ ഒരു 11:30-12 മണി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. ഇന്നലെ നമ്മൾ വൈകുന്നേരം പോയതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉറക്കക്ഷീണം എല്ലാവരുടെ അല്ലേ? ഉറക്കക്ഷീണമുണ്ടോ? ബേക്കിൽ ഒരാൾ ചെറുതായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറക്കക്ഷീണം ചെറുതായിട്ട് എല്ലാവർക്കും കാണുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇന്നലെ വൈകുന്നേരം അവിടെ പോയതിനു ശേഷം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഉറക്കം നല്ല രീതിയിൽ ആരും കിട്ടിയിട്ട് നമ്മൾ ചെണ്ടടിച്ചിരിക്കുകയാണ് അവിടെ ചെയ്തത്. നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്നാലും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് പുതിയ കാര്യങ്ങൾ, ദുബായിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും. ബൈ ബൈ.